വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. ശേഷം കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 2 പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും ഒപ്പം ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജിയും ചേരുകയാണ്. ആദ്യം കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറിലേക്ക് പോവുകയാണ്. ശ്യാം, ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 2 പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. എന്തൊക്കെയാണ് പദ്ധതികളുടെ വിശദാംശങ്ങൾ? പ്രധാനമന്ത്രി നിലവിൽ താമസിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ്. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ നിന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനും വേണ്ടി അല്പസമയത്തിനകം അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടും. നമുക്ക് ഈ കാണാവുന്ന ഈ റോഡിലൂടെയാകും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരിക. അത് അല്പസമയത്തിനകം കടന്നു വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് രാവിലെയും ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ പെട്രോളിംഗ് വാഹനങ്ങളൊക്കെ ഈ വഴിയിൽ പലതവണ ഇപ്പോൾ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. SPG ഉദ്യോഗസ്ഥരടക്കം രാവിലെ കൊച്ചിയിൽ നിന്ന് പ്രധാനമന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് പ്രധാനമന്ത്രി പോകുന്ന നേവിയുടെ ആസ്ഥാനം വരെയും പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു വാഹനങ്ങൾക്കും ഇടറോഡുകളിൽ നിന്നും മറ്റും MG റോഡിലേക്ക് പ്രവേശനമില്ല. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പോകുന്നത് വരെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാവിലെ തൃശ്ശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി തിരികെ 11 മണിയോടുകൂടി ഇതേ വഴിയിൽ തിരികെ എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 11 മണിയോടെ അദ്ദേഹം ഷിപ്പ്യാർഡിൽ എത്തിച്ചേരും. 4000 കോടി രൂപയുടെ 2 വലിയ പദ്ധതികളാണ് രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുക. അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഡ്രൈഡോക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സമർപ്പിക്കും. വികസനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളത് പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും 2 വലിയ പദ്ധതികളാണ് രാജ്യത്തിന് അദ്ദേഹം ഇന്ന് സമർപ്പിക്കുക. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനത്തിൽ തന്നെയാണ് 2ാം ദിവസവും കൊച്ചിയുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത്. കൊച്ചി നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ. കൊച്ചി നഗരത്തിലേക്ക് വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJPയുടെ പ്രവർത്തന സമിതി യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് തിരികെ 3 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നും പോകുന്നത് വരെ ഇതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും. സുരക്ഷയുടെ പൂർണ്ണ മേൽനോട്ടം SPGയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ വാഹന നിയന്ത്രണങ്ങൾ കൊച്ചി നഗരത്തിലുണ്ടാകും. ഇന്നും പോലീസ് നിർദ്ദേശിച്ച വഴിയിലൂടെ മാത്രമേ ആളുകൾക്ക് കൊച്ചി നഗരത്തിലേക്ക് എത്താനും വിവിധ ആവശ്യങ്ങൾക്ക് ഇടറോഡുകളിലൂടെ സഞ്ചരിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള അനുമതി മാത്രമാണ് സുരക്ഷാ ഏജൻസികൾ നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജി കൂടി ചേരുകയാണ്. സൂരജ്, പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലേക്ക് തിരിക്കും എന്നറിയാൻ സാധിക്കുന്നു. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളാണ് അദ്ദേഹം തൃശ്ശൂരിൽ സന്ദർശിക്കുക. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കും. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണ്? ഗോപിക, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗുരുവായൂരിലെ പടിഞ്ഞാറെ നടയിലാണ്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത സുരക്ഷ, അതിന്റെ അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തുള്ള ഭക്തരെ എല്ലാവരെയും തന്നെ ഇതിന് പുറത്തേക്ക് ഇറക്കുകയാണ്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിനകത്തുള്ള ആളുകളെ എല്ലാവരെയും തന്നെ പുറത്തിറക്കാനുള്ള ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഗുരുവായൂരിലെ വിവാഹങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഈ വിവാഹങ്ങളുടെ നടത്തിപ്പിൽ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഈ ഗുരുവായൂരിലെ ആകെ നടക്കുന്നത് 65 വിവാഹങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് സുഗമമായ നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂരിൽ ഇതുവരെ 18 വിവാഹങ്ങൾ രാവിലെ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മറ്റു വിവാഹങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 30-ലേറെ വധൂവരന്മാരെ ഈ പ്രധാനമന്ത്രി നേരിട്ട് ആശംസിക്കുകയും ചെയ്യും എന്നുള്ളത് ഇപ്പോൾ ഈ ദേവസ്വം അധികൃതർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും 7 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ ഗുരുവായൂരിലേക്ക് എത്തുക. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപാഡിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക. അതിന് 20 മിനിറ്റ് മുൻപ് തന്നെ 2 ഹെലികോപ്റ്ററുകൾ ഇവിടെ എത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അപ്പുറത്തും ഇപ്പുറത്തുമായും ഈ ഹെലികോപ്റ്ററുകളായിരിക്കും ആദ്യം നിലയുറപ്പിക്കുക. അതിന് നടുവിലായിരിക്കും 7 മണിയോടുകൂടി ഈ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുക. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സ്വീകരണം
സ്വീകരണം അത് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 5000-ലേറെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡ് ഗ്രൗണ്ടിൽ വലിയൊരു സ്വീകരണം. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുക. 2.5 മണിക്കൂറിലധികം നേരം ഗുരുവായൂരിൽ പ്രധാനമന്ത്രി ചിലവഴിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇദ്ദേഹം ഈ ഗുരുവായൂരിലെ സ്വീകരണത്തിന് ശേഷം ഇവിടുത്തെ വിശ്രമ കേന്ദ്രത്തിലേക്കായിരിക്കും എത്തുക. അവിടെ നിന്നായിരിക്കും പിന്നീട് ഒരു 15 മിനിറ്റ് അവിടെ വിശ്രമിക്കും. അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി എത്തും. അതും 7:40 ക്ഷേത്ര ദർശനത്തിനെത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം വീണ്ടും ഈ ശ്രീവത്സത്തിലേക്ക് മടങ്ങി എത്തിയതിനു ശേഷം അല്പനേരം വിശ്രമിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെ വച്ച് ഈ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും അദ്ദേഹം പിന്നീട് തൃപ്രയാറിലേക്ക് യാത്ര തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഗുരുവായൂരിലെത്തുന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി ഈ സ്വർണ്ണ തളിക നൽകിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഈ സ്വർണ്ണ തളികയെല്ലാം പ്രത്യേക തൊഴിൽ വിദഗ്ധരെ കൊണ്ട് ഇന്നലെ തയ്യാറാക്കിച്ചിരുന്നു. അതിന്റെ പരിശോധനകളെല്ലാം SPG ഉൾപ്പെടെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 9 മണിയോടുകൂടി 9:15 ഇവിടെ നിന്ന് തൃപ്രയാറിലേക്ക് ഹെലികോപ്റ്ററിലൂടെ യാത്ര തിരിക്കും. അതിനുശേഷം തൃപ്രയാർ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം 10:30 അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തുള്ള ഭക്തരെ എല്ലാവരെയും പുറത്ത് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കിഴക്കേ നടയിലൂടെ മാത്രമാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അതും ഈ പാസ്സുള്ള ആളുകളെ മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ചില നിയന്ത്രണങ്ങളുണ്ട്. അതീവ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രമുള്ളത്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 7 മണിയോടുകൂടി പ്രധാനമന്ത്രി ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ എത്തും. ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് തിരിക്കും. തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും എന്നറിയാൻ സാധിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ശ്യാം കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്യാം, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി പുറപ്പെടും. ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ് അല്ലേ? തീർച്ചയായും അല്പസമയത്തിനകം അത് SPG മാത്രമാണ് ആ വിവരം. പ്രധാനമന്ത്രി ഏത് സമയത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള വിവരത്തിൽ ഒരു വിവരം കൈവശമുള്ള ആളുകൾ അത് കേരള പോലീസിനോ സുരക്ഷ നോക്കുന്ന ആളുകൾക്കോ ഒന്നും പുറത്തേക്ക് അറിയിപ്പ് നൽകിയിട്ടുമില്ല. ഏതായാലും അല്പസമയത്തിനകം നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏകദേശം 100-150 മീറ്റർ അപ്പുറത്താണ് എറണാകുളം ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനായി അതേ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പലവട്ടം ഈ റോഡുകളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനും മറ്റുമായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ ആ ക്രമീകരണങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇവിടെ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറത്തേക്ക് വരും. ഇവിടെ നിന്നാകും അദ്ദേഹം നേവിയുടെ ആസ്ഥാനത്തേക്ക് കാർ മാർഗം പോവുക. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും വലിയ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കൊച്ചിയുള്ളത്. പ്രധാന റോഡുകളിലേക്കൊന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരവസ്ഥ. ഇട റോഡുകളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്നു. ഇന്ന് 3 മണിവരെ ഏകദേശം ഇതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും എന്നുള്ള സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്. ഏതായാലും ഓരോ പോയിന്റിലും ഏകദേശം 5 മീറ്റർ ദൂരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നത്. പലവട്ടം SPGയുടെ പരിശോധന രാവിലെ മുതൽ ഈ വഴികളിലൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വഴിയിലൂടെ തൃശ്ശൂരിലേക്ക് യാത്ര തുടങ്ങും. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കും. തൃശ്ശൂരിൽ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. അതിനുശേഷം 10:30 കൊച്ചിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിലും ഒപ്പം തന്നെ തൃശ്ശൂരിലും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ശ്യാം കുമാറും ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം. കൊച്ചിയിൽ നടന്ന റോഡ് ഷോയിൽ വൻ ജനാവലിയാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. പൂക്കൾ വിതറിയും കൈകൾ വീശിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രധാനമന്ത്രിയെ പ്രവർത്തകർ സ്വീകരിച്ചത്.
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് 7:15 നാവികസേന ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയെ വഹിച്ചുള്ള ഹെലികോപ്റ്റർ എത്തി. 7:40 റോഡ് മാർഗം കൊച്ചി നഗരത്തിലേക്ക്. KPCC ജംഗ്ഷനിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വഴിയോരങ്ങളിൽ കാത്തുനിന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പുഷ്പവൃഷ്ടിയോടെ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇരട്ടി ആവേശത്തിൽ പ്രവർത്തകർ. രാവിലെ 7 മണിയോടെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോകും. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തിരികെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJP പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും. 24 കൊച്ചി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായക ദിനം. സെക്രട്ടേറിയറ്റ്, DGP ഓഫീസ് മാർച്ചുകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുമാണ് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുക. ജാമ്യാപേക്ഷയിൽ വിധി വന്നില്ലെങ്കിലോ അപേക്ഷ തള്ളിയാലോ രാഹുലിന് ജയിലിൽ തുടരേണ്ടി വരും. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങിയവയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും DGP ഓഫീസിലേക്ക് നടന്ന മാർച്ചിനെതിരെ എടുത്ത കേസിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇന്നലെ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു. DGP ഓഫീസ് മാർച്ചിനെതിരെ എടുത്ത ജാമ്യാപേക്ഷയാണ് ഇന്നത്തേക്ക് മാറ്റിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുന്നു. യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ച് നടത്തും. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BB ശ്രീനിവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഓരോ ജില്ലകളിലെയും പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരം തുടരുകയാണ്. സമരത്തിനെതിരെ പോലീസ് ക്രൂരമായി ആക്രമണം നടത്തുന്നുവെന്ന ആരോപണവും കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസ് ലാത്തി കൊണ്ട് പ്രവർത്തകരുടെ തലക്കടിച്ച് പരുക്കേൽപ്പിച്ചതായും ആരോപണം ഉയരുന്നുണ്ട്. പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല DGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിൽ വിയോജിപ്പുമായി ഗ്രൂപ്പുകൾ. രാഷ്ട്രീയകാര്യ സമിതി ജംബോ കമ്മിറ്റി ആകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് ഗ്രൂപ്പുകളുടെ വിലയിരുത്തൽ. നേരത്തെ 21 പേരുണ്ടായിരുന്ന കമ്മിറ്റിയാണ് 36 വർദ്ധിപ്പിച്ചത്. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ച് ഇന്നലെയാണ് പട്ടിക പുറത്തിറങ്ങിയത്. സമിതിയിൽ ആദ്യമായി ശശി തരൂർ ഇടം പിടിച്ചു. നേരത്തെ സമിതിയിൽ നിന്ന് രാജിവെച്ച VM സുധീരനെ വീണ്ടും ഉൾപ്പെടുത്തി. വനിതകളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യം ഉയർത്തി എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം നാളെ എത്തിക്കും. 200 കിലോഗ്രാം തൂക്കമുള്ളതാണ് വിഗ്രഹം. ഇന്നത്തെ പ്രദക്ഷിണ ചടങ്ങിൽ സരയൂ നദിയിലെ ജലവുമേന്തി വിശ്വാസികൾ അണിനിരക്കും. ഈ മാസം 22-നാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. R രാധാകൃഷ്ണൻ ചേരുകയാണ്. RK, അയോധ്യയിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം നാളെയാണ് എത്തിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള പ്രധാന വിഗ്രഹം രാംലല്ലയാണ് ഈ നാളെ അവിടേക്ക് എത്തിക്കുന്നത്. 200 കിലോഗ്രാമോളം തൂക്കമുള്ളതാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്കായിട്ടുള്ള ഈ വിഗ്രഹം. രാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ രാമവിഗ്രഹത്തിന്റെ പ്രദക്ഷിണ ചടങ്ങുകളാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഭക്തരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും അവസാന ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര അടക്കമുള്ളവയാണ് ഇന്ന് നടക്കാനായി പോകുന്നത്. 22-ാം തീയതി അടക്കമുള്ള ദിവസങ്ങളിൽ വലിയ നിയന്ത്രണം ഈ ഇവിടേക്ക് വരുന്ന ഭക്തർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ ഈ ഭക്തർക്ക് അവസരം ഉണ്ടാകുന്നത്. സരയൂ നദിയിൽ നിന്നുള്ള ജലവും ആയിട്ടായിരിക്കും അവർ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ ജനുവരി 22-ന് ഉച്ചയ്ക്കാണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ഈ വിഗ്രഹം രാംലല്ല അവിടേക്ക് എത്തിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇന്ന് അയോധ്യയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. വലിയ തണുപ്പാണ്, വലിയ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. SKSSF നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാണക്കാട് കുടുംബാംഗം. സംസ്ഥയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണിക്കത്ത് തയ്യാറാക്കിയതിന് പിന്നിൽ സത്താർ പന്തല്ലൂർ ആണെന്ന് പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങൾ ആരോപിച്ചു. സത്താർ പന്തല്ലൂരിനെതിരെ സമസ്തയ്ക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. SKSSF നേതാവ് സത്താർ പന്തല്ലൂരിന്റെ കൈവിട്ട് പരാമർശത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയതും സമസ്തയുടെ പോഷക സംഘടനാ നേതാവായ ലീഗ് അനുഭാവിയാണ്. ഈ ഘട്ടത്തിലാണ് 10 വർഷം മുൻപുള്ള കത്ത് ചൂണ്ടിക്കാട്ടി സത്താർ പന്തല്ലൂരിനെതിരെ എതിർവിഭാഗത്തിന്റെ നീക്കം. അന്തരിച്ച സമസ്ത മുഷാവറ അംഗവും മുതിർന്ന നേതാവുമായിരുന്ന TM കോട്ടുമല ബാപ്പു മുസ്ലിയാർ, സമസ്ത സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ എന്നിവർക്കെതിരെ അധിക്ഷേപങ്ങളും ഗുരുതര ആരോപണങ്ങളും അടങ്ങിയ കത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഭിന്നത ലക്ഷ്യമിട്ട് ഈ കത്ത് തയ്യാറാക്കിയത് സത്താർ പന്തല്ലൂരാണ് എന്നാണ് ആരോപണം. ഇസ്ലാം സെന്റർ ഉപയോഗിച്ച് ഇങ്ങനെ പല രീതിയിലും കാലങ്ങളായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിനെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രഹസ്യമായിട്ട് ഭീഷണി സ്വാർത്ഥമുള്ള കത്തുകൾ അയക്കലും വിളിക്കലും മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തിയിട്ട് വിഷയത്തിൽ തെളിവ് സഹിതം സമസ്തയ്ക്ക് പരാതി നൽകുമെന്നും പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഞാൻ ആ എഴുതി വിട്ട ഫേസ്ബുക്കിലിട്ടത് കൈവെട്ടും വെടിവെച്ച് കൊല്ലലും ഈ കത്തും അന്വേഷിക്കട്ടെ. വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. കൈവെട്ട് റിപ്പോർട്ട് ചെയ്തു. ഈ കത്തും അവൻ്റെ അതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. ആളുകളെ സാക്ഷികളെ ഹാജരാക്കാൻ നമ്മൾ തയ്യാറാണ്. അത് ഉസ്താമാർ പറഞ്ഞ സമയത്ത് അതാരും തന്നൊപ്പം നിങ്ങൾ ചോദിക്കരുത്. അത് ഉസ്താമാർ മുന്നിൽ ആവശ്യപ്പെടുന്ന സമയത്ത് അവരെ മുന്നിൽ ഞങ്ങൾ ഹാജരാക്കും. സമസ്തയിലെ തർക്കങ്ങളിൽ ലീഗ് മൗനം തുടരുമ്പോഴാണ് ലീഗ് വിരുദ്ധർക്കെതിരെ പാണക്കാട് നിന്ന് തന്നെ പരാതി ഉയരുന്നത്. 24 മലപ്പുറം. KSRTCയിലെ തൊഴിലാളി യൂണിയനുകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഗണേഷ് കുമാർ തൊഴിലാളികളുമായി നടത്തുന്ന ആദ്യ ചർച്ചയാണിത്. പ്രതീക്ഷയോടെയാണ് ചർച്ചയ്ക്കെത്തുന്നതെന്ന് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കി. ശമ്പള വിഷയമടക്കം തൊഴിലാളികൾ ചർച്ചയിൽ ഉന്നയിക്കും. ശമ്പള വിതരണം, പെൻഷൻ, KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധി, സപ്ലിമെന്ററി സാലറി തുടങ്ങിയ വിഷയങ്ങളാകും പ്രധാനമായും ചർച്ചയാവുക. മന്ത്രി വിളിച്ച ചർച്ചയെ സ്വാഗതം ചെയ്ത തൊഴിലാളികൾ KSRTCയെ പൊതുമേഖലാ സ്ഥാപനമായി തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ മന്ത്രി വന്നിട്ടും ഈ മാസത്തെ ശമ്പളവും നൽകിയില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് M. വിൻസെന്റ് പറഞ്ഞു. KSRTC ലാഭകരമാക്കാൻ ബസ്സുകൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി ശരിയല്ലെന്നും M. വിൻസെന്റ്. പഴയ മന്ത്രിയോടും സർക്കാരിനോടും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏറ്റവും ആത്യന്തികമായി KSRTCയെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. KSRTC താങ്ങി നിർത്താൻ തൊഴിലാളികൾ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ പകുതിയെങ്കിലും സർക്കാർ കാണിക്കണം, മാനേജ്മെന്റ് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാനുള്ളത്. KSRTC ലാഭകരമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നേരെ ബസ്സുകൾ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് അതൊരു ശരിയായ ഒരു മാനേജ്മെന്റായിട്ട് കാണുന്നില്ല. തൊഴിൽ നിയമങ്ങൾക്കനുസരിച്ചുള്ള ഏതു മാറ്റത്തെയും അംഗീകരിക്കുമെന്നും കൂടുതൽ ബസ്സുകൾ ഇറക്കി സർവീസുകൾ കാര്യക്ഷമമാക്കണമെന്നും BMS പ്രസിഡന്റ് അജയകുമാർ. ഞങ്ങളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണം. അത് ഏതൊരു ഗവൺമെന്റിന്റെയും ബാധ്യത എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. KSRTC പൊതുമേഖലയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും, അതിനോടൊപ്പം നമ്മുടെ തൊഴിൽ സാഹചര്യവും കൂടെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നിലവിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെയും ശമ്പളം കൃത്യമായി നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. ഇതുൾപ്പെടെ ചർച്ചയിൽ സജീവമാകും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച. 24 തിരുവനന്തപുരം. വീണ്ടും വാർത്തകളിലേക്ക്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലോത്സവം ശ്രദ്ധേയമായി. ചെങ്ങന്നൂർ ലയൺസ് ക്ലബിന്റെയും ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് അറോറ 2024 എന്ന പേരിൽ കലോത്സവം അരങ്ങേറിയത്. സർഗവാസന ഉൾക്കൊള്ളുന്ന മനസ്സുകൾക്ക് ഒരു പരിമിതികളും കലാപ്രകടനങ്ങൾ നടത്താൻ തടസ്സമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഓരോ വേദികളും. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ 38 സ്കൂളുകളിൽ നിന്നും 1112 വിദ്യാർത്ഥികളാണ് 13 മത്സര ഇനങ്ങളിൽ പങ്കെടുത്തത്.
സംഘനൃത്തം, സംഘഗാനം, ലളിതഗാനം, മിമിക്രി, ചിത്രരചന, പ്രച്ഛന്നവേഷം, അത്ലറ്റിക് മീറ്റ് തുടങ്ങി 13 മത്സര ഇനങ്ങൾ 11 വേദികളിലായി നടന്നു. കലാപരിപാടികളിൽ പങ്കെടുക്കാൻ ഒരാഴ്ചയിലേറെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. കുട്ടികളുടെ ഏജും അതുപോലെ തന്നെ അവരുടെ കഴിവ്, അതുപോലെ തന്നെ അവരുടെ എബിലിറ്റി എന്താണോ അതനുസരിച്ച് നമ്മൾ ഓരോ പ്രോഗ്രാമും സെറ്റ് ചെയ്ത്, അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും അവരുടെ കഴിവും അനുസരിച്ച് നമ്മൾ ഓരോ കുട്ടികളെയും ട്രെയിൻ ചെയ്തെടുക്കുന്നു. വിജയികൾക്ക് ട്രോഫികൾ, പങ്കെടുത്ത സ്കൂളുകൾക്ക് ക്യാഷ് അവാർഡ് എന്നിവ വിതരണം ചെയ്തു. പ്രത്യേക കഴിവുള്ള ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരുന്ന സ്കൂളുകൾക്ക് ഏകദേശം 39 സ്കൂളുകൾക്കും ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ സേവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 25,000 രൂപ വില വരുന്ന അവരുടെ നിത്യോപയോഗ സാധനങ്ങളടങ്ങുന്ന കിറ്റ്, ബെഡ്ഷീറ്റ്, പാഡ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കലാകായിക മത്സരങ്ങൾ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശനാണ് ഉദ്ഘാടനം ചെയ്തത്. 24 ആലപ്പുഴ. സംസ്ഥാനത്ത് ജിയോ ട്യൂബ് ഓഫ് ഷോർ വാട്ടർ ബ്രേക്ക് പദ്ധതിക്ക് തുടക്കം. തിരുവനന്തപുരം പൂന്തുറയിൽ പദ്ധതിയുടെ 2ാം ഘട്ടം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 5 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും സംസ്ഥാനത്തെ തീരശോഷണം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം നേരിടുന്ന മേഖലയാണ് പൂന്തുറ വലിയതുറ പ്രദേശം. അവിടെയാണ് ജിയോ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തി പരീക്ഷണാർത്ഥത്തിൽ നിർമ്മിച്ചത്. 100 മീറ്റർ തീരമായിരുന്നു ആദ്യഘട്ട പരീക്ഷണം വിജയമായതോടെ പൂന്തുറ മുതൽ ചെറിയമുട്ടം വരെയുള്ള 700 മീറ്റർ തീരത്ത് 2ാം ഘട്ട പദ്ധതിക്ക് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ആരംഭം കുറിച്ചു. 5 മാസങ്ങൾ കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നും സംസ്ഥാനം മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് വിജയകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ പരീക്ഷണം വിജയകരമാണ്. ബാക്കിയുള്ള ഭാഗം കൂടി ജിയോ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വിജയിക്കും. ഇത് വിജയിച്ചാൽ കേരളത്തിൻ്റെ തീരമേഖലയിൽ ഇന്ന് കടലാക്രമണത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളിക്ക് എന്നേക്കുമായ ഒരു മോചനം, ആ മോചനം ലഭിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. തീരം നിലനിർത്താൻ കരിങ്കലിനു പകരമായാണ് ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം. വിദേശ രാജ്യങ്ങളിലടക്കം സ്വീകരിച്ച വിജയം കണ്ട മാതൃക. 19.57 കോടി രൂപയാണ് പദ്ധതി ചെലവ്. തിരുവനന്തപുരത്ത് ഘട്ടം ഘട്ടമായി ശംഖുമുഖം വരെ ഇത്തരത്തിൽ കടൽഭിത്തി നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഇത്തരം കടൽഭിത്തികൾ തീരത്തോടെടുക്കുന്ന വൻ തിരമാലകളുടെ ശക്തി കുറയ്ക്കുകയും തീരശോഷണ സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കടൽക്ഷോഭങ്ങളുടെ ദുരിതം പേറിയ ചില തീരദേശവാസികളെങ്കിലും പദ്ധതി വിജയിക്കുമോ എന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. പാലക്കാട് ഒറ്റപ്പാലത്ത് വാട്ടർ അതോറിറ്റി ബില്ലുകളിൽ വ്യാപക പിഴവെന്ന് പരാതി. മീറ്ററിൽ വെള്ളത്തിന്റെ ഉപഭോഗം കാണിച്ചിട്ടുള്ള വീട്ടുകാർക്ക് മിനിമം ബിൽ തുകയായ 148 രൂപയും ഒട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത ഉപഭോക്താക്കൾക്ക് 420 രൂപയുടെ ബില്ലുമാണ് ലഭിച്ചത്. ബില്ലിലെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്താക്കൾ ജല അതോറിറ്റിക്ക് പരാതി നൽകി. ഒറ്റപ്പാലം ചുനങ്ങാട് നിള ലൈനിലാണ് വാട്ടർ അതോറിറ്റിയുടെ പിഴവിൽ 22 കുടുംബങ്ങൾക്ക് തെറ്റായ ബില്ല് ലഭിച്ചത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റി പുതിയ കണക്ഷനുകൾ അനുവദിച്ചത്. 22 വീടുകളിൽ വെള്ളമെത്തിയതും ഒരേ ദിവസം. പക്ഷേ ആദ്യ ബില്ല് കയ്യിൽ കിട്ടിയപ്പോഴാണ് വീട്ടുകാർ ആശ്ചര്യത്തിലായത്. 1 യൂണിറ്റ് വെള്ളം പോലും ഉപയോഗിക്കാത്ത കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റി നൽകിയത് 420 രൂപയുടെ ബിൽ. ഇനി വെള്ളം ഉപയോഗിച്ചവർക്കാകട്ടെ 148 രൂപയുടെ ബില്ലും. ഇത് സംബന്ധമായി 11/6/2023 ഒറ്റപ്പാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു. ഈ രീതിയിൽ വരാനുള്ള കാരണം എന്താണ് എന്നറിയാൻ ഈ 22 വീടുകളിൽ ഉള്ള ആളുകൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അതവർ പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് വന്നത് എന്നുള്ളത്. അത് പറയാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ 3 മാസമായി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കയറിയിറങ്ങുകയാണ് നിള ലൈനിലെ ഉപഭോക്താക്കൾ. പ്രൊജക്ട് ഓഫീസിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ബില്ലിൽ പിഴവുകൾ ഉണ്ടായത് എന്നാണ് ലഭിച്ച വിവരം. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാനാണ് ഉപഭോക്താക്കളുടെ തീരുമാനം. 24 പാലക്കാട്.
അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയിയുടെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ നടക്കും. അപ്പോളോ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം രാവിലെ 10 മണിയോടെ ചെന്നൈ ശാന്തോംപള്ളിക്ക് സമീപത്തുള്ള വസതിയിലെത്തിക്കും. തുടർന്ന് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3-ന് കിൽപോക്ക് വൈദ്യുതി ശ്മശാനത്തിലാണ് സംസ്കാരം. വിദേശത്ത് നിന്ന് 2 മക്കളും ഇന്നലെ രാത്രി ചെന്നൈയിലെത്തി. പക്ഷാഘാതത്തെ തുടർന്ന് കുറച്ചു കാലങ്ങളായി ചികിത്സയിലായിരുന്ന KJ ജോയ് 15-ന് പുലർച്ചെയാണ് അന്തരിച്ചത്. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.